കൊച്ചുകടുത്ത സ്വാമിയുടെ വിഗ്രഹമാണ് ശബരിമലയിൽ നിന്നും ആദ്യം മോഷണം പോകുന്നത്. 73-ൽ ദേവസ്വക്കാരും കുടുംബക്കാരുമായി പ്രശ്നമുണ്ടാകുകയും ദേവസ്വക്കാരും തന്ത്രികളും കൂടി ഞങ്ങളുടെ വിഗ്രഹം അവിടെ നിന്ന് നീക്കം ചെയ്യുകയും പോലീസ് മുഖാന്തരം അത് ആറന്മുളയ്ക്ക് മാറ്റിയെന്ന് പറയുകയും ചെയ്യുന്നു. ആറന്മുള ചെന്ന് തിരക്കിയപ്പോൾ ഈ വിഗ്രഹം അവിടെ സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാണ് അറിയുവാൻ സാധിക്കും. സ്വർണ്ണ വിഗ്രഹമാണ്. അവിടുന്ന് ഓരോരുത്തരെ അവിടെ അവകാശികളെ എല്ലാത്തിനെയും അവിടുന്ന് തുരത്തിയിട്ടാണ് തന്ത്രികളെ അവകാശം സ്ഥാപിച്ചത്. നമസ്കാരം. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് കൊച്ചുകടുത്ത സ്വാമി. അയ്യപ്പൻ്റെ സൈനാധിപനായിരുന്ന കൊച്ചുകടുത്ത സ്വാമിക്ക് ഇപ്പോഴും ശബരിമലയിൽ ക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അനന്തരാവകാശികളായി നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലെ മലമേൽ കുടുംബാംഗങ്ങളാണ് അനന്തരാവകാശികൾ. അക്കാലത്ത് അവർ പൂജ നടത്തിയിരുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഇവിടെ നിന്നും അവർ സ്വർണ്ണ വിഗ്രഹം എത്തിച്ചായിരുന്നു പൂജ നടത്തിയത്. മലമേൽ കുടുംബത്തിലെ ഇപ്പോഴത്തെ മുതിർന്നയാളായ വിജയൻ നായർ MK ഇപ്പം നമുക്കൊപ്പമുണ്ട്. അന്ന് നിങ്ങൾ പൂജ നടത്തിയിരുന്നു ശബരിമലയിലല്ലേ? അതെ, ഞങ്ങൾ ശബരിമല സന്നിധാനത്താണ് കൊച്ചുകടുത്ത സ്വാമിയുടെ ആദ്യകാലം പൂജ നടത്തിപ്പോകുന്നത്. അത് 1950-ൽ ശബരിമലയ്ക്ക് തീ വയ്ക്കുകയും പുനഃപ്രതിഷ്ഠ നടക്കുകയും ചെയ്തു. ആ സമയത്ത് ദേവസ്വവും തന്ത്രികളും ചേർന്ന് 18-ാം പടിക്ക് താഴെ ഇടത്ത് വശത്തായി കടുത്ത സ്വാമിയെ ഇരുത്തുകയും അവിടെ കുടുംബക്കാർ കാരണവന്മാരും ഞങ്ങളും എല്ലാം അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തിപ്പോരുകയും ചെയ്തു. അതിനുശേഷം തന്ത്രികളും ദേവസ്വക്കാരും ചേർന്ന് മാളികപ്പുറത്തേക്ക് കൊച്ചുകടുത്ത സ്വാമിയെ മാറ്റുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു. ഈ ക്ഷേത്രം പണിയുവാൻ കുടുംബക്കാരെ അവിടെ പറയുകയും കുടുംബക്കാരത് സാമ്പത്തികമായും സ്വാധീനം കുറവുകൊണ്ടും നടത്താൻ പറ്റാതെ വന്നപ്പോൾ ദേവസ്വക്കാരത് പ്രതിഷ്ഠ കഴിക്കുകയും ശാന്തിക്കാരെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ 5 വർഷം പർണശാല കെട്ടി കുടുംബക്കാർ പർണശാലയിലും ഈ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും കൊണ്ടുപോകുന്ന പ്രതിഷ്ഠ വെച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. വർഷമാണ് അത് ഏകദേശം 68 കാലഘട്ടങ്ങളിൽ 73 വർഷം വരെ 1973 വരെ ഞങ്ങൾ അവിടെ കുടുംബക്കാർ പൂജാതി കർമ്മങ്ങൾ ചെയ്തു. 73-ൽ ദേവസ്വക്കാരും കുടുംബക്കാരുമായി പ്രശ്നമുണ്ടാകുകയും ദേവസ്വക്കാരും തന്ത്രികളും കൂടി ഞങ്ങളുടെ വിഗ്രഹം അവിടെ നിന്ന് നീക്കം ചെയ്യുകയും പോലീസ് മുഖാന്തരം അത് ആറന്മുളയ്ക്ക് മാറ്റിയെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷന്നൂരിൽ ആറന്മുള എൻ്റെ അച്ഛൻ ആറന്മുള ചെന്ന് തിരക്കിയപ്പോൾ ഈ വിഗ്രഹം അവിടെ സ്ട്രോങ് റൂമിൽ ഇല്ല എന്നാണ് അറിയുവാൻ സാധിക്കും. സ്വർണ്ണ വിഗ്രഹമാണ്. സ്വർണ്ണ വിഗ്രഹം അതായത് കൊച്ചുകടുത്ത സ്വാമിയുടെ കളരിയായ പെരുന്നാട്ടിൽ കളരിയിൽ വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമാണ്. ആ വിഗ്രഹമാണ് മലയിൽ കുടുംബം കൊച്ചുകടുത്ത സ്വാമിയുടെ കുടുംബമായ മലമേൽ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നതും അവിടെ നിന്ന് കാരണവന്മാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ് എന്ന് അറിയുകയില്ല. ഈ വൃശ്ചിക മാസമായിരുന്നു മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമായിരുന്നു നിങ്ങൾ വിഗ്രഹം അവിടെ എത്തിച്ചിരുന്നത്? ഞങ്ങൾ വർഷത്തിൽ 4 പ്രാവശ്യം ഈ വിഗ്രഹവും കൊണ്ട്, അതായത് മകരവിളക്കിനും മണ്ഡലവിളക്കിനും വിഷുവിനും തിരുവോണത്തിനും 4 പ്രാവശ്യം വർഷത്തിൽ ഈ വിഗ്രഹവും കൊണ്ട് അവിടെ പോയി പൂജാതി കർമ്മങ്ങൾ ചെയ്തു പോന്നിരുന്നു. അവിടെ വരുന്ന വരുമാനമൊക്കെ അവിടെ വരുന്ന വരുമാനങ്ങൾ കുടുംബത്തിൻ്റെ കാരണവന്മാർ അത് കേസിനും അതിനും ഇതിനുമായി ചെലവഴിച്ചു പോന്നു. അങ്ങ് പോയിട്ടുണ്ടോ പൂജയ്ക്ക് വേണ്ടി? അന്ന് ഞാനും കുടുംബത്തിലെ മറ്റു പല മുതിർന്ന ആൾക്കാരും എൻ്റെ പ്രായക്കാരും അവിടെ പൂജാതി കർമ്മങ്ങൾക്ക് പോയിരുന്നു. അന്ന് ഓർമ്മയിൽ ഉണ്ടോ അന്ന് ആരായിരുന്നു ശബരിമലയിൽ പൂജയ്ക്കായി വന്നുകൊണ്ടിരുന്നത്? അന്ന് ശബരിമലയിലെ ശാന്തിക്കാരൻ എന്ന് പറയുന്ന തിരുവല്ല പുട്ടമൺ പോറ്റി എന്നാണ് എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. പക്ഷേ എനിക്ക് ഇപ്പോഴും ക്ലിയർ അല്ലത്. പിന്നെ ഈ കൊച്ചുകടുത്ത സ്വാമി എന്ന് പറയുന്നത് നമ്മുടെ സ്വാമിയുമായുള്ള ബന്ധമെന്ന് പറയുന്നത് എരുമേലിയിൽ മഷിവർദ്ധനം കഴിഞ്ഞ് നേരെ ഉദയൻ്റെ കോട്ടയായ 3 കോട്ടകൾ പിടിച്ചടക്കുവാനായി പോവുകയും ആ കോട്ടയുമേൽ ആധിപത്യം സ്ഥാപിക്കുകയും ഉദയനെ തുരത്തുകയും ചെയ്തു.
ഉദയൻ ആരൊക്കെ അയ്യപ്പസ്വാമിക്കൊപ്പം? അയ്യപ്പസ്വാമിക്കൊപ്പം കൊച്ചുകടത്തസ്വാമിയും അയ്യപ്പനും വാവുരനും 3 പേരായിരുന്നു സേനാനായകന്മാർ. ഈ 3 പേരും കൂടിയാണ് ഉദയനെ തുരത്തിയത്. അതിനുശേഷം കൊച്ചുകടത്തസ്വാമിക്ക് ഒരു കാൽ നഷ്ടപ്പെടുകയും കൊച്ചുകടത്തസ്വാമിയെ സന്നിധാനത്തിൽ ഇരുത്തുകയും ചെയ്തു. അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം 18-ാം പടിക്ക് താഴെയിൽ നിന്നും തന്ത്രികളും ദേവസ്വക്കാരും കൂടി ചേർന്ന് കൊച്ചുകടത്തസ്വാമിയെ മാളികപ്പുറത്തേക്ക് മാറ്റുകയും അവിടെ ക്ഷേത്രം പണിയാൻ കുടുംബക്കാരോട് പറയുകയും കുടുംബക്കാർക്ക് സാമ്പത്തികവും സ്വാധീനവും ഇല്ലാതിരുന്നതിനാൽ ക്ഷേത്രം പണിയാതിരിക്കുകയും തന്ത്രികളും ദേവസ്വക്കാരും കൂടി ക്ഷേത്രം പണിയുകയും ഞങ്ങൾ അവിടെ പർണശാല കെട്ടി 5 വർഷത്തോളം 2 കൂട്ടരും കൂടി അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ഒടുവിൽ കേസ് ആകുകയും ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ശ്രീധരൻപിള്ള എന്ന് പറയുന്ന കാരണവർ കേസ് നടത്തി പോരുകയും ചെയ്തു. ഈ കേസ് നിലവിൽ ഹൈക്കോടതിയിൽ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ എന്നൊരു വിഗ്രഹം ഞങ്ങൾക്ക് ഇന്ന് വരേക്കും കിട്ടിയിട്ടില്ല. എവിടെയാണെന്ന് ഇതുവരേക്കും. അന്ന് ശബരിമലയിലൊക്കെ നിങ്ങൾ പോകുന്ന വാഹന സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു? പണ്ട് കാലത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ചെങ്ങന്നൂരിൽ നിന്നും ബസ്സിൽ കയറി ചാലക്കയത്ത് ഇറങ്ങും. ചാലക്കയത്ത് നിന്നും നിബിഡവനത്തിൽ കൂടി പമ്പ വരെ ഞങ്ങൾ വിളക്ക് കൊളുത്തി വിളക്കും പിടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ 3-4 ചെറുപ്പക്കാരായ, ആ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 10-15 വയസ്സിനുള്ള പ്രായമുള്ളവരായിരുന്നു. ഞങ്ങൾ പേടിച്ചാണ് ഈ നിബിഡവനത്തിൽ കൂടി പമ്പ വരെ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഒരു വിളക്ക് പോലും ഒരു മനുഷ്യനെ പോലും കാണാനില്ലാത്ത സമയത്താണ്. അതായത് 3 മണി തൊട്ട് ഏകദേശം 4 മണി, 1 മണിക്കൂർ നടക്കണം ചാലക്കയത്ത് നിന്നും പമ്പ വരേക്കും. ഈ 1 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യനെയോ ഒരു വിളക്കോ ഒന്നും കാണത്തില്ലായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യങ്ങളും എല്ലാം തരണം ചെയ്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ശബരിമലയിൽ ഒരുപാട് സ്വർണ്ണ മോഷണമൊക്കെ നടക്കുന്ന വിവരങ്ങൾ അറിഞ്ഞല്ലോ. ഈ സാഹചര്യത്തിൽ അങ്ങേക്ക് എന്താണ് പറയുന്നത്? ഈ മോഷണങ്ങളും അതും ഇതുമെല്ലാം നടന്ന് അതിൻ്റെ കൊച്ചുകടത്തസ്വാമിയുടെ വിഗ്രഹമാണ് ശബരിമലയിൽ നിന്നും ആദ്യം മോഷണം പോകുന്നത്, നഷ്ടപ്പെട്ടതും മോഷണം പോകുന്നതും. ഈ മോഷണം പോയ കൊച്ചുകടത്തസ്വാമിയുടെ ഇപ്പം വെളി രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഷോക്കേസിൽ ഇരിക്കുന്നതായിട്ടാണ് അറിയപ്പെടുന്നത്, അങ്ങനെ കരുതുന്നത്. ശരിക്കും പിന്നെ നിങ്ങൾ കുടുംബത്തിൽ ക്ഷേത്രം നിർമ്മിച്ചിരുന്നോ? ഉണ്ടായിരുന്നല്ലേ കുടുംബത്തിൽ? പിന്നെ ഞങ്ങൾ ബിംബം പോയതിന് ശേഷം ഞങ്ങൾ പുനഃപ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്രം പണിയുകയും ഇപ്പം പൂജാതി കർമ്മങ്ങൾ നടത്തിപ്പോരുകയും ചെയ്യുന്നു. പിന്നീട് ഈ നിങ്ങൾ ശബരിമലയിൽ വീണ്ടും പൂജ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അവകാശ ഇതുമായിട്ടോ അവിടെ പോയില്ല? ദേവസ്വം ബോർഡുമായിട്ട് പോകാൻ പറ്റിയില്ല. ഞങ്ങളെ അവരെ അടുപ്പിച്ചുമില്ല, ഞങ്ങൾ പോയിട്ടുമില്ല. വിഗ്രഹം എവിടെ ഉണ്ടെന്ന് എങ്കിലും അറിയണം. കാരണം നിങ്ങൾ പാരമ്പര്യമായിട്ട് കുടുംബം കൈവന്നിരുന്ന ഒരു വിഗ്രഹമാണല്ലോ. ആ വിഗ്രഹം ഒന്ന് കണ്ടു കിട്ടിയാൽ നന്നായിരുന്നേന്. എവിടെ നിന്നെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതിയായി. അവകാശപ്പെട്ടതാണ്. ആ വിഗ്രഹത്തിൻ്റെ രൂപം എങ്ങനെയായിരുന്നു? വിഗ്രഹത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഒരു യോദ്ധാവിൻ്റെ രൂപമാണ്. അതിനകത്ത് ശൂലവും വാളും ആയുധമേന്തി നിൽക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ഇതാണ് വിഗ്രഹം. അങ്ങ് കണ്ടിട്ടുണ്ട്? അങ്ങ് അത് കയ്യിലെടുത്ത് കൊണ്ടുപോയിട്ടുള്ളതും ആ രൂപത്തിലാണ് ഇപ്പം ഞങ്ങൾ പണിത് വെച്ചിരിക്കുന്നത്, പണിത പ്രതിഷ്ഠ കഴിച്ചിരിക്കുന്നത്. എന്നാലും ഇപ്പോൾ കൊച്ചുകടത്തസ്വാമി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു കഥ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അധികം ആളുകൾക്ക്. അതിപ്പം ചരിത്രം നോക്കുകയാണെന്നൊരിൽ ഇപ്പം ഈ 73 കഴിഞ്ഞതിന് ശേഷം പോകുന്ന സായിമാരാരും ഇതിനെക്കുറിച്ച് തിരക്കുന്നുമില്ല, അവർക്കറിയത്തുമില്ല. പോയി അവിടെ കാണുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ പോയി തൊഴുതു, അവർ നേദ്യം കഴിച്ചു പോരുകയാണ്. ഈ കൊച്ചുകടത്തസ്വാമിയുടെ ചരിത്രമോ അല്ലെന്നൊരു അവരുടെ അവകാശികളോ ആരെക്കുറിച്ചും ആരും തിരക്കുന്നില്ല. പക്ഷേ മലയന്മാരെ ഓടിച്ചതിന് ശേഷമാണ് ഞങ്ങളെയും ഓടിച്ചത്. അവിടുന്ന് ഓരോരുത്തരെ അവിടെ അവകാശികളെ എല്ലാത്തിനെയും അവിടുന്ന് തുരത്തിയിട്ടാണ് ഈ തന്ത്രികൾ അവകാശം സ്ഥാപിച്ചത്. അന്നത്തെ കാലത്ത് ദേവസ്വം ബോർഡിന് ശ്രീകാര്യമായിരുന്നു. ഇന്നാണ് ദേവസ്വം പ്രസിഡൻറ്റും ദേവസ്വം മന്ത്രിയും ഒക്കെ ആയത്. നേരത്തെ ശ്രീകാര്യമായിരുന്നു. വാജിവാഹനമൊക്കെ തന്ത്രിയുടെ വീട്ടിലാണെന്നാണ് പറയുന്നത്. തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ഇപ്പം അന്ന് പുനഃപ്രതിഷ്ഠ കഴിച്ചപ്പോൾ അവിടെ നമ്മുടെ കൊടിമരം
പുനഃപ്രതിഷ്ഠ കഴിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ പുരാവസ്തുവായിട്ടിരുന്ന വാജിവാഹനമായ അയ്യപ്പൻ്റെ കുതിരയുടെ രൂപമാണ്. അത് ഏകദേശം ഒരു 10 കിലോയ്ക്ക് മേലെ വരും. അത് വന്നിട്ട് നമ്മുടെ പുരാവസ്തു എന്ന് പറയുന്ന ഇരിഡിയം മാതിരിയുള്ള സാധനമാണ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അത് വാജിവാഹനമെന്നും പറഞ്ഞുകൊണ്ട് തന്ത്രികളും ആരൊക്കെ എടുത്ത് മാറ്റി എന്നുള്ളത് നമുക്ക് പറയാനൊക്കത്തില്ല. ഏതായാലും ഏറെ വർഷക്കാലമാണ് ഈ മലമേൽ കുടുംബം അവിടെ കൊച്ചുകടുത്ത സ്വാമിയുടെ വിഗ്രഹം വെച്ച് പൂജിച്ചിരുന്നു. പിന്നീട് ഈ ഒരു ദേവസ്വം ബോർഡ് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ഇവർ തമ്മിൽ തർക്കമാവുകയും ചെയ്തു. പിന്നീടാണ് ഇത് ഒരു പർണശാലയിൽ നിന്നും ഒരു ഹൈക്കോടതി കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഗ്രഹം കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ അതിന് ശേഷം പിന്നീട് ഇതുവരെ തങ്ങളുടെ വിഗ്രഹം എവിടെയാണ് എന്ന് ഈ കുടുംബത്തിന് കണ്ടെത്താനായിട്ടില്ല. അതേ തുടർന്ന് ഇവർ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി സ്വന്തം നാട്ടിൽ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്ന ക്ഷേത്രം നവീകരിച്ച് അത് പൂജിച്ച് വരികയാണ്. ഇപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ കൊച്ചുകടുത്ത സ്വാമിയുടെ ആ സ്വർണ്ണ വിഗ്രഹം എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ചെങ്ങന്നൂർ.